നരസിംഹ അവതാരം. വിഷ്ണു 10 അവതാരങ്ങൾ സ്വീകരിച്ച് ഈ ഭൂമിയിലെ ദുഷ്ടഭരണം അവസാനിപ്പിച്ച് എല്ലായിടത്തും സമാധാനവും സമൃദ്ധിയും കൊണ്ടുവന്നുവെന്ന് അറിയപ്പെടുന്നു. നരസിംഹ അവതാരം വിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ തന്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് പകുതി മനുഷ്യനും പകുതി സിംഹവുമായ 2 പുത്രന്മാരുണ്ടായിരുന്നു. സത്യയുഗത്തിൽ കശ്യപ മുനിക്കും ഭാര്യ തിദ്ദിക്കും 2 പുത്രന്മാർ ഉണ്ടായിരുന്നു, ഹിരണ്യാക്ഷനും ഹിരണ്യാക്ഷനും. ഇരുവരും എല്ലായിടത്തും നാശവും കുഴപ്പവും ഉണ്ടാക്കുകയും മനുഷ്യരെയും ദേവന്മാരെയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതായി അറിയപ്പെട്ടിരുന്നു. തങ്ങളുടെ തെറ്റുകളിൽ മടുത്ത ദേവന്മാർ തങ്ങളുടെ സഹോദരന്മാരെ തടയാൻ ഒരു പരിഹാരം കണ്ടെത്താൻ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. തന്റെ ഭക്തരുടെ പ്രാർത്ഥന കേട്ട് വരാഹ അവതാരം എന്ന വലിയ പന്നിയുടെ രൂപത്തിൽ വിഷ്ണു ഹിരണ്യാക്ഷനെ കൊല്ലാനെത്തി. ഇത് വിഷ്ണുവിന്റെ 3ാമത്തെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. ഹിരണ്യാക്ഷൻ ഭൂദേവി എന്നറിയപ്പെടുന്ന ഭൂമിയെ ആഴക്കടലിൽ ഒളിപ്പിച്ചു. വിഷ്ണുവിന്റെ വരാഹ അവതാരം ഒടുവിൽ ഭൂമിയുടെയും ഹിരണ്യാക്ഷന്റെയും സ്ഥാനം തിരിച്ചറിയുന്നതിൽ വിജയിച്ചു. വരാഹ അവതാരവും ഹിരണ്യാക്ഷനും തമ്മിലുള്ള പോരാട്ടം. ലോകത്തെ മുഴുവൻ നടുക്കി പന്നിക്കും ഹിരണ്യാക്ഷനും ഇടയിൽ ഒരു ഘോരമായ പോരാട്ടം നടന്നു. ഒടുവിൽ പന്നി അതിന്റെ കൊമ്പുകൾ കൊണ്ട് ഹിരണ്യാക്ഷനെ വെട്ടി ഭൂമിയെ അതിന്റെ കൊമ്പുകളിൽ വഹിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ അതിന്റെ ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു, ലോകത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിച്ചു. ഇത് ദേവന്മാർക്കും മനുഷ്യർക്കും വലിയ സമാധാനം നൽകി. പക്ഷേ അവരുടെ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. കാരണം ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യാക്ഷൻ തന്റെ സഹോദരനെ കൊന്നതിന്, ലോകത്തിൽ വലിയ നാശം സൃഷ്ടിച്ചതിന്, ചുറ്റുമുള്ള എല്ലാവരെയും ഭയപ്പെടുത്തിയതിന് വിഷ്ണുവിനോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. അവൻ തന്റെ അസുരസൈന്യത്തെ നയിച്ച് ലോകത്തിലെ എല്ലാം നശിപ്പിക്കാൻ പോയി. പക്ഷേ ദേവന്മാരുടെ ശക്തിയാൽ നേരിടപ്പെട്ടു. വിഷ്ണു ദേവന്മാരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ അന്ത്യത്തിന് കാരണക്കാരനാണെന്ന് വിഷ്ണു പ്രതിജ്ഞയെടുത്തു. കാട്ടിലേക്ക് ആഴങ്ങളിലേക്ക് പോയി അമർത്യയുടെ വരത്തിനായി ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. താമസിയാതെ അദ്ദേഹം തന്റെ എല്ലാ ലൗകിക ആഗ്രഹങ്ങളും ഇന്ദ്രിയങ്ങളും മറന്ന് ധ്യാനത്തിൽ മുഴുകി. ഇന്ദ്രൻ ഹിരണ്യാക്ഷന്റെ സൈന്യത്തെ നശിപ്പിക്കുന്നു. അതേസമയം ഹിരണ്യാക്ഷൻ അസുരന്മാരെ നയിക്കുന്നില്ലെന്ന് ഇന്ദ്രന് മനസ്സിലായി. അസുരന്മാർക്ക് നേതാവില്ലാത്തതിനാൽ അവരെ ആക്രമിക്കാൻ ഇതാണ് ശരിയായ അവസരമെന്നും ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ജയിക്കാൻ എളുപ്പമാണെന്നും അദ്ദേഹം കരുതി. അങ്ങനെ അദ്ദേഹം അസുരന്മാരെ പൂർണ്ണ ശക്തിയോടെ ആക്രമിച്ചു. പ്രതീക്ഷിച്ചതുപോലെ അവരിൽ പലരെയും കൊന്ന് യുദ്ധം ജയിക്കാൻ കഴിഞ്ഞു. ഈ ക്രമത്തിൽ ഹിരണ്യാക്ഷശിപുവിന്റെ തലസ്ഥാനം പൂർണ്ണമായും നശിപ്പിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ ഹിരണ്യാക്ഷശിപുവിന്റെ ഭാര്യ കയതുവിനെ കണ്ടെത്തി. ഹിരണ്യാക്ഷശിപു പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അവളെ പിടികൂടി തടവിലാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ സമയത്ത് നാരദമുനി വന്ന് ഇന്ദ്രനെ തടഞ്ഞു. എന്തിനാണ് പെൺകുട്ടിയെ പിടികൂടിയതെന്ന് ഇന്ദ്രൻ കോപത്തോടെ ചോദിച്ചു. ഹിരണ്യാക്ഷസി വീണ്ടും തന്നെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അവളെ തടവുകാരിയായി ഉപയോഗിക്കുമെന്ന് ഇന്ദ്രൻ പറഞ്ഞു. ഇത് കേട്ട നാരദമുനി ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ പെൺകുട്ടിക്ക് പങ്കില്ലാത്തതിനാൽ കേസിൽ അവളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവൾ നിരപരാധിയും നിസ്സഹായയുമായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ ഉപേക്ഷിക്കുകയല്ലാതെ ഇന്ദ്രന് മറ്റു മാർഗമില്ലായിരുന്നു. അദ്ദേഹം അവളെ മോചിപ്പിച്ച ശേഷം അവൾക്ക് സുഖമാണോ എന്ന് നാരദൻ അവളോട് ചോദിച്ചു. അവൾ അല്പം ഞെട്ടിപ്പോയി. പക്ഷേ അല്ലാത്തപക്ഷം അവൾ സുഖമാണെന്ന് പറഞ്ഞു. അവൾ ഗർഭിണിയായിരുന്നു. മറ്റു മാർഗമില്ലാത്തതിനാൽ അവൾ നാരദനോടൊപ്പം താമസിച്ച് ഒരു മകളായി അദ്ദേഹത്തെ സേവിക്കാൻ ആഗ്രഹിച്ചു. നാരദൻ ഇതിന് സമ്മതിച്ചു. കയത നാരദന്റെ കുടിലിൽ താമസിക്കാൻ തുടങ്ങി. നാരദൻ വിഷ്ണുവിനെക്കുറിച്ചുള്ള കഥകൾ അവൾക്ക് പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടതിനുശേഷം അവൾ വിഷ്ണുവിനോട് ഒരു അടുപ്പം വളർത്തിയെടുത്തു. അവളുടെ ഗർഭപാത്രത്തിലെ കുട്ടിയും കഥകൾ കേൾക്കും. പിന്നീട് അദ്ദേഹം വിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരാളായി. അതേസമയം ഹിരണ്യാക്ഷപുവിന്റെ തപസ് മൂലമുണ്ടായ ചൂട് വളരെ തീവ്രവും ശക്തവുമായിരുന്നു. ദേവന്മാർക്ക് അത് സ്വർഗത്തിൽ അനുഭവിക്കാൻ കഴിയും. ഒടുവിൽ ചൂട് സഹിക്കാൻ വയ്യാതെ അവർ ബ്രഹ്മാവിന്റെ അടുക്കൽ പോയി ഹിരണ്യാക്ഷിപുവിന്റെ പ്രാർത്ഥന കേട്ടു. ഹിരണ്യാക്ഷിപുവിന്റെ ഭക്തിയിൽ ബ്രഹ്മാവ് ശരിക്കും സന്തുഷ്ടനായി. അവൻ ആഗ്രഹിച്ച ഏതു വരവും നൽകി. താൻ അമർത്യനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹിരണ്യാക്ഷിപു പറഞ്ഞു. അത്തരമൊരു ആഗ്രഹം സാധ്യമല്ലെന്ന് ബ്രഹ്മാവ് അവനോട് പറഞ്ഞു. കാരണം അത് ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കും. അങ്ങനെ വളരെ ആലോചിച്ച ശേഷം ഹിരണ്യാക്ഷിപു ഒടുവിൽ ഒരു പദ്ധതി തയ്യാറാക്കി. ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു മനുഷ്യനോ ദൈവമോ മൃഗമോ തന്നെ കൊല്ലാൻ കഴിയാത്ത ഒരു വരം നൽകണമെന്ന് അദ്ദേഹം ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. കൂടാതെ പകലോ രാത്രിയോ ആർക്കും തന്നെ കൊല്ലാൻ കഴിയില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള ആർക്കും തന്നെ കൊല്ലാൻ കഴിയില്ല. കൂടാതെ തന്റെ വീടിനകത്തോ പുറത്തോ ആയുധം ഉപയോഗിച്ച് ആർക്കും തന്നെ കൊല്ലാനും കഴിയില്ല. വളരെ ആലോചിച്ച ശേഷം അദ്ദേഹം ഒടുവിൽ അദ്ദേഹത്തിന് ഒരു വരം നൽകാൻ തീരുമാനിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ തന്റെ രാജ്യത്തേക്ക് മടങ്ങി. അവിടെ തന്റെ രാജ്യത്തിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹം വളരെ ദുഃഖിതനായി.
ഇതിനെല്ലാം കാരണക്കാരനായ ഇന്ദ്രനോട് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ദേവന്മാരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് അദ്ദേഹം സ്വർഗത്തിന്റെ ഭരണാധികാരിയായി. വിഷ്ണുവിന്റെ യഥാർത്ഥ ഭക്തനായ പ്രഹ്ലാദൻ. അദ്ദേഹം തന്റെ ഭാര്യയെയും മകനെയും ഭൂമിയിൽ കണ്ടെത്തി അവരെ തന്റെ രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ദുഷ്ടനുമായ ഹിരണ്യാക്ഷനിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദൻ ഒരു വലിയ വിഷ്ണു ഭക്തനായിരുന്നു. എപ്പോഴും അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. ഒരിക്കൽ പ്രഹ്ലാദനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വിഷ്ണുവിനെ സ്തുതിക്കുന്നത് കേട്ട് ഹിരണ്യാക്ഷൻ അത്ഭുതപ്പെട്ടു. കോപാകുലനായ അദ്ദേഹം പ്രഹ്ലാദന്റെ ഗുരുവിനെ ശിക്ഷിക്കുകയും തന്നെ നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കാലം കടന്നുപോകുന്തോറും വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചതിന് ഹിരണ്യാക്ഷനോട് കൂടുതൽ കോപം തോന്നി. ഒടുവിൽ അത് സഹിക്കാൻ കഴിയാതെ പ്രഹ്ലാദനെ കൊല്ലാൻ തന്റെ കാവൽക്കാരോട് ആവശ്യപ്പെട്ടു. കാവൽക്കാർ മനസ്സില്ലാമനസ്സോടെ അവനെ കൊല്ലാൻ സമ്മതിച്ചു. പക്ഷേ ഓരോ അടിയും പ്രഹ്ലാദന്റെ മേൽ പതിക്കുമ്പോഴും അവരുടെ വാളുകൾ കഷണങ്ങളായി തകർന്നു. പ്രഹ്ലാദന് ഒരു ദോഷവും സംഭവിച്ചില്ല. ഹിരണ്യാക്ഷൻ പ്രഹ്ലാദനെ കടിക്കാൻ വിഷപ്പാമ്പുകളെ ആവശ്യപ്പെട്ടു. പക്ഷേ അവ അവനെ ഉപദ്രവിച്ചില്ല. തുടർന്ന് കോപാകുലനായ ആനകളെ അവന്റെ മേൽ എറിഞ്ഞു. പക്ഷേ ആനകൾ അവനെ ആക്രമിച്ചില്ല. അവൻ തന്റെ സഹോദരി ഹോളികയെ വിളിച്ചു. അവളെ തന്റെ മടിയിൽ ഇരുത്തി തന്നെ ചുട്ടുകൊല്ലാൻ ആവശ്യപ്പെട്ടു. കുറഞ്ഞത് ഈ പദ്ധതി ഫലിക്കുമെന്ന് അയാൾ കരുതി. പക്ഷേ തീയിൽ നിന്ന് പ്രതിരോധശേഷിയുള്ള ഹോളിക കത്തിച്ചാരമായി. ഇപ്പോൾ ഹിരണ്യാക്ഷൻ ഞെട്ടിപ്പോയി. അവന് ഒന്നും അറിയില്ലായിരുന്നു. അവന്റെ കോപം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. അവൻ പ്രഹ്ലാദനെ വലിച്ചിഴച്ച് തന്റെ നാഥൻ തന്റെ മുറിയിലുണ്ടോ എന്ന് ചോദിച്ചു. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പ്രഹ്ലാദൻ അവനോട് പറഞ്ഞു. നിരാശയോടെ ഹിരണ്യാക്ഷൻ പ്രഹ്ലാദനെ പരിഹസിക്കുകയും തന്റെ ഭഗവാൻ തന്റെ അടുത്തുള്ള തൂണിലുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. പ്രഹ്ലാദൻ അങ്ങനെയാണെന്ന് പറഞ്ഞു. കോപത്തോടെ ഹിരണ്യാക്ഷൻ തൂണിനെ ചവിട്ടി പകുതി മനുഷ്യനും പകുതി സിംഹവുമായ ഒരു ഭീകരജീവി പുറത്തുവന്നു. വിഷ്ണു നരസിംഹത്തിന്റെ രൂപം സ്വീകരിച്ചു. ഹിരണ്യകശിപുവിനെ കൊല്ലാൻ ഭൂമിയിലേക്ക് വന്ന വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒരാളാണ് താനെന്ന് ആ ജീവി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഹിരണ്യകശിപുവിനെ തന്ത്രപൂർവ്വം പിടികൂടി അകവും പുറവുമില്ലാത്ത ഒരു വീടിന്റെ വാതിലിലേക്ക് വലിച്ചിഴച്ചു. ആകാശമോ ഭൂമിയോ ഇല്ലാത്ത തന്റെ മടിയിൽ ഇരുത്തി ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ സന്ധ്യാസമയത്ത് തന്റെ നഖങ്ങൾ കൊണ്ട് അവനെ കൊന്നു. അവനെ കൊന്നതിനുശേഷം പകുതി സിംഹവും പകുതി മനുഷ്യനും ഉച്ചത്തിൽ ഗർജിച്ചു. അത് എല്ലാ അസുരന്മാരെയും ഭയപ്പെടുത്തി. ആരും മൃഗത്തെ സമീപിക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ പ്രഹ്ലാദൻ അവന്റെ അടുത്തേക്ക് പോയി തന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. പിതാവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നരസിംഹൻ അവനോട് പറഞ്ഞു, ഹിരണ്യകശിപു യഥാർത്ഥത്തിൽ വിജയനാണെന്നും വിഷ്ണുവിന്റെ ദ്വാരപാലകനാണെന്നും അവൻ ശപിക്കപ്പെട്ടവനാണെന്നും സ്വർഗത്തിലേക്ക് മടങ്ങാൻ അയാൾക്ക് 3 ജന്മങ്ങൾ കൂടി എടുക്കേണ്ടിവരുമെന്നും. പ്രഹ്ലാദൻ തന്റെ പിതാവിന്റെ രാജ്യത്തിന്റെ രാജാവായി നിയമിക്കപ്പെട്ടു. അദ്ദേഹം വളരെ സത്യസന്ധയോടും സൽസ്വഭാവത്തോടും കൂടി ഭരിച്ചു. അത് അസുരന്മാരുടെ വഴികളെ പോലും മാറ്റിമറിച്ചു. അങ്ങനെ തന്റെ ഭക്തനായ പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കാനും തന്റെ ദ്വാരപാലകനായ വിജയനെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാനും വിഷ്ണു പകുതി സിംഹത്തിന്റെയും പകുതി മനുഷ്യന്റെയും രൂപം സ്വീകരിച്ചു. ശുഭം.